ഹായ് ഹലോ, നമ്മൾ നമ്മുടെ ചാനലിൽ പല ടൈപ്പിലുള്ള സാമ്പാറുകൾ ഇതിനു മുമ്പ് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്ക് പൊതുവേ തമിഴ്നാട്ടിലെ സാമ്പാറിനോട് പുച്ഛമാണെങ്കിലും ശരവണഭവനിലെ സാമ്പാർ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. ഇന്ന് നമ്മൾ ആ ഒരു സീക്രട്ട് റെസിപ്പിയാണ് റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് കുതിർത്ത് വാഷ് ചെയ്ത സാമ്പാർ പരിപ്പ്, ടൊമാറ്റോസ്, വെളുത്തുള്ളി, പച്ചമുളക് കട്ട് ചെയ്തത്, മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് 5 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സാമ്പാർ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ജീരകം, ഉലുവ, കുരുമുളക്, മല്ലി, വറ്റൽമുളക് എന്നിവ ചേർത്തിട്ട് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ട് അതിലെ വെള്ളം ഡ്രൈ ആകുന്നവരെ റോസ്റ്റ് ചെയ്ത ശേഷം ചൂടാറി കഴിയുമ്പോൾ വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ ടൈമിൽ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്ത ശേഷം നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഞാനിവിടെ സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചേർക്കുമ്പോൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് സവോള സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാള സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഓൾറെഡി കുക്ക് ചെയ്ത് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പും ടൊമാറ്റോയും, ആവശ്യത്തിനുള്ള വെള്ളം, പുളിവെള്ളം, കായംപൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ മസാലയും കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് തിളച്ച് വരുമ്പോൾ മല്ലിയില ചോപ്പ് ചെയ്തതും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരവണഭവൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.